ലാവൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് കേക്കാണ്. ഓവനൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ചീസ് കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഫ്രിഡ്ജിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ചീസ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു 15 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ബട്ടർ ഞാൻ ഒരു 1/4 കപ്പ് ബട്ടർ എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പൊടിച്ച ബിസ്ക്കറ്റ്, ഞാൻ ഇവിടെ ബിസ്ക്കറ്റ് പൊടിച്ചത് മിക്സിയിലിട്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരു കവറിലിട്ടിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോലുണ്ടല്ലോ അത് വെച്ചിട്ടാലും പൊടിച്ചെടുത്താൽ മതി. ഞാൻ ഇവിടെ മിക്സിയിൽ പൊടിച്ച ബിസ്ക്കറ്റാണ്. അതിലേക്ക് ഈ 1/4 കപ്പ് ബട്ടർ ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കണം. ഈ ബട്ടർ ബിസ്ക്കറ്റും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം. അതുവരെ നന്നായി മിക്സാക്കി എടുക്കുക. പറ്റുമെങ്കിൽ നമുക്ക് കൈ വെച്ച് നമുക്ക് ഇത് മിക്സാക്കി എടുക്കാം. ഞാൻ ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏതിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കേക്ക് ടിന്നിലാണ് ഇത് ചീസ് കേക്ക് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ടിന്നിലേക്ക്. ബട്ടറും ബിസ്ക്കറ്റും കൂടി ചേർന്ന മിക്സ് നമ്മൾ കേക്ക് ടിന്നിലിട്ട് നന്നായി പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ അതുപോലെ ചെയ്തെടുക്കണം. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ജലാറ്റിൻ മിക്സ് ചെയ്ത് വെക്കണം. ഞാൻ ഇവിടെ 4 ടീസ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. ജലാറ്റിൻ ചെറു ചൂടുവെള്ളത്തിൽ വേണം നമുക്ക് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുറച്ച് വലിയൊരു ബൗൾ എടുക്കണം. അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ 250 ഗ്രാം ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ 125 ഗ്രാമാണ്. അപ്പം ഞാൻ 2 ബോക്സ് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് മിക്സ് ചെയ്താലും മതി. ഞാൻ ഇവിടെ ബീറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ഇത് 500 ഗ്രാം ചീസ് ഉണ്ട്. ഞാൻ ഇത് ഫിലാഡൽഫിയയുടെ ചീസാണ്. ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ചീസ് ഫ്രീസറിലാണ് വെച്ചതെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെക്കണം. കാരണം എന്ന് വെച്ചാൽ അത് കട്ടിയായിപ്പോയി. ഞാൻ ഇവിടെ എടുത്തു വെക്കാൻ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ ഇരിക്കുന്നുണ്ട്. ക്രീം ചീസും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. നമ്മൾ ആദ്യം ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ക്രീം ചീസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആയാലും മതി. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നന്നായി മിക്സ് ആവുന്നത് ഇതുപോലെ നന്നായി ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ബോട്ടിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ തൊലി ഒന്ന് ചിരണ്ടിയത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീരായാലും ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരായാലും ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ജലാറ്റിൻ ചേർത്ത് കൊടുക്കുക. അഥവാ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിച്ചെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, നല്ല തിക്കായിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ബിസ്ക്കറ്റ്, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റിലോട്ട് നമ്മൾ ഈ ചീസും ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് മിക്സ് ചേർത്ത് നമുക്കൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ ഇവിടെ രാത്രിയിലാണ് ആക്കിയത്. അതുകൊണ്ട് രാവിലെ ആകുമ്പോഴേക്കും നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉച്ചക്കൊക്കെ ആണെങ്കിൽ ആക്കുന്നതെങ്കിൽ 4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേ നന്നായി സെറ്റായി കിട്ടത്തുള്ളൂ. ഇത് ഞാൻ ഇവിടെ വേറൊരു ട്രേയിലും കൂടി ആക്കിയിട്ടുണ്ട്. നമ്മളെ കേക്കിൻ്റെ ടിന്നില്ലെങ്കിൽ നമുക്കിതുപോലത്തെ ഒരു ട്രേയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.
ഇനി നന്നായി ഇത് കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച കേക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബ്ലൂബെറി ചേർത്ത് കൊടുക്കാം. ബ്ലൂബെറി ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ബ്ലൂബെറിയാണ്. ഇത് നമ്മളെ കയ്യിൽ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂബെറിയും പഞ്ചസാരയും അതുപോലെ ഒരു 1.5 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നല്ല തീയിൽ വെച്ച് നല്ല ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. മധുരം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി തിക്കായതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രോസസ്സിന് പകരം നമ്മൾ ഉണ്ടാക്കിയ ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറി ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ ഇത് ചേർത്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കണം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.